ക്രിസ്തു ശൈലി പട്ടത്വ ശുശ്രൂഷയുടെ മാതൃക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2025 ജൂലൈ മാസം 13-ാം തീയതി ഞായറാഴ്ച വൈദിക ഞായറായി സഭ ആചരിക്കുന്നു. ക്രിസ്തു ശൈലി പട്ടത്വ ശുശ്രൂഷയുടെ മാതൃക എന്നതാണ് ചിന്താവിഷയം. സഭയിലൂടെ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് പൂർണ്ണ സമയം തങ്ങളെ സമർപ്പിച്ച് കൊടുത്തവരാണ് വൈദികർ. പട്ടത്വം പ്രത്യേക നിയോഗ സ്വീകരണമാണ്. ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുക എന്നതാണ് വൈദിക നിയോഗം. സഭാനാഥനായ ക്രിസ്തുവിനോടൊപ്പം സഭയോടും കൂറും പ്രതിബദ്ധതയുമുള്ള പട്ടത്വ സമൂഹമാണ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകേണ്ടത്. എല്ലാ വൈദികർക്കും മാതൃക യേശു ക്രിസ്തുവും കർത്താവിൻ്റെ ജീവിതശൈലിയുമാണ്. യേശുവിനെ അനുഗമിക്കുക എന്നതാണ് ഒരു വൈദികന്റെ ആത്യന്തികമായ ലക്ഷ്യം. പ്രത്യയശാസ്ത്രമോ ആഭിമുഖ്യങ്ങളോ ആദർശങ്ങളോ ഒന്നും യേശുവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന് പകരം വയ്ക്കാവുന്നതല്ല. ഈ കാലത്തിലെ സ്വാധീനങ്ങളെ അതിജീവിക്കുവാനും ഫലകരമായ ശുശ്രൂഷ നിർവഹിക്കുവാനും സാധിക്കണമെങ്കിൽ പട്ടത്വ സമൂഹം അധികമായി ക്രിസ്തുവിൻ്റെ അനുകാരികളാകുന്നതിലൂടെ മാത്രമേ ഇടയാവുകയുള്ളൂ. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനും സഭയുടെ കെട്ടുപണിക്കും ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കും ഉതകുന്ന വിധത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നിയോഗത ഒരുക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. വൈദിക ന്യായ ജനത്തിലെ എല്ലാ പഴയ പുതിയ നിയമ വേദഭാഗങ്ങളും ഇടയ ശുശ്രൂഷയോടും അജപാലന ദൗത്യത്തോടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നാമത്തെ പാഠം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് ജാഗ്രതയോടെ ദൈവജനം പ്രഘോഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവം യെഹെസ്കേൽ പ്രവാചകനെ ഒരു കാവൽക്കാരനായി ചിത്രീകരിക്കുന്നു. യഥാർത്ഥത്തിൽ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം പട്ടണത്തിൻ്റെ അതിർത്തിയിൽ ശത്രുക്കളെ കാണുമ്പോൾ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുക എന്നതാണ്. വൈദിക ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കുന്ന മുന്നറിയിപ്പിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങളിലേക്ക് ഈ വേദഭാഗം വിരൽ ചൂണ്ടുന്നു. കാവൽക്കാരൻ മുന്നറിയിപ്പിൻ്റെ സന്ദേശം നൽകാത്ത പക്ഷം അജഗണത്തിൻ്റെ വീഴ്ചയ്ക്കും നാശത്തിനുമുള്ള ഉത്തരവാദിത്വം കാവൽക്കാരനിൽ തന്നെ ആകുന്നു. എന്നാൽ മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ തിരിച്ചു വരാതിരുന്നാൽ അവർ തന്നെയാണ് ഉത്തരവാദികൾ. ദൈവിക ആലോചനകളെ മുഖപക്ഷം കൂടാതെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് പൗരോഹിത്യ ധർമ്മം. അത് അവർ സ്വീകരിക്കുന്നോ നിരസിക്കുന്നോ എന്നത് നോക്കാതെ സത്യത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കുവാൻ പുരോഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം വേദഭാഗം പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇടയന്മാരോടും വിശ്വാസ സമൂഹത്തോടും പത്രോസ് നൽകുന്ന ഉപദേശമാണിത്. ഇടയന്മാർ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ശുശ്രൂഷിക്കേണ്ടത്. സ്വാർത്ഥ ലാഭമെടിഞ്ഞ് ദൈവത പ്രകാരം ശുശ്രൂഷ നിർവഹിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയുടെ കെട്ടുപണിയിൽ സമർപ്പിത വൈദികരുടെ പങ്ക് എക്കാലത്തും നന്ദിയോടെ സ്മരിക്കപ്പെടേണ്ടതുണ്ട്. ആട്ടിൻകൂട്ടത്തിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായല്ല, മാതൃകയുടെ ആധികാരികതയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരായി പട്ടത്വ സമൂഹം തീരണം എന്നെ വിശുദ്ധ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച വലിയ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം തൻ്റെ വിശ്വസ്ത സഹപ്രവർത്തകർക്ക് താൻ നൽകുമെന്ന വലിയ പ്രതിഫല വാഗ്ദാനം ഭൂമിയിലുള്ള സകല പ്രതിഫലത്തെക്കാളും വലുതായി കാണാൻ ശുശ്രൂഷകർക്ക് കഴിയേണ്ടതുണ്ട്.
ഇവ എല്ലാ കാലത്തെയും ശുശ്രൂഷാസ്ഥാനികൾ ഏറ്റെടുക്കേണ്ട വെല്ലുവിളികൾ തന്നെയാണ്. ലേഖനഭാഗം എഫേസ്യർക്ക് എഴുതിയതായിട്ടുള്ള ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് പൗലോസ് സഭയിലെ ഓരോ വിശ്വാസിക്കും നൽകപ്പെട്ടിരിക്കുന്ന കൃപാദാനം, പ്രത്യേകിച്ചും വിഭിന്ന ആത്മീയ വരങ്ങൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നു. സഭയിൽ ഐക്യം ഉറപ്പാക്കുന്നതിനും വിശ്വാസികൾക്ക് ആത്മീയ വർധനവ് ഉണ്ടാകുന്നതിനും ഈ ദാനങ്ങൾ പൊതുവിൽ ഉപയോഗിക്കപ്പെടേണ്ട ആവശ്യകത വ്യക്തമാക്കുന്നു. ആത്മീയ വരങ്ങൾ വ്യക്തിഗത മാസ്മരികതയ്ക്കല്ല, സഭയുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടണം. വിശ്വാസികൾ സത്യം മുറുകെ പിടിച്ച് സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ അവർക്ക് ആത്മീയ പക്വത കൈവരികയും സഭ ഐക്യത്തിലും സ്നേഹത്തിലും വളരുന്ന ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഏവൻഗേലിയോൻ വേദഭാഗമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 3 കാര്യങ്ങൾ പ്രത്യേകമായി ധ്യാനിക്കുവാനായിട്ട് ഈ അവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നു. 1, വൈദിക ശുശ്രൂഷ ദൈവരാജ്യ ബന്ധിതമാണ്. 35-ാമത്തെ വാക്യം. അടിസ്ഥാനം ആർദ്രതയാണ്. 36-ാമത്തെ വാക്യം. ശുശ്രൂഷയിൽ അടിയന്തര ബോധം ഉള്ളവരായിരിക്കണം. 37-ാമത്തെ വാക്യം. വൈദികൻ യേശുവിൻ്റെ മാതൃക പിന്തുടരുന്നവരാകണം. ക്രിസ്തു മാതൃകയിലുള്ള ക്ഷണമാണ് സുവിശേഷ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ക്രിസ്തു നിർവഹിച്ച അതേ ശുശ്രൂഷയാണ് ക്രിസ്തുവിൻ്റെ പുരോഹിതരും നിർവഹിക്കേണ്ടത്. ഉപദേശിച്ചു, പ്രസംഗിച്ചു, സൗഖ്യമാക്കി എന്നീ ത്രിമാന പ്രവർത്തനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി ക്രിസ്തു നിർവഹിച്ച ശുശ്രൂഷകളെ പ്രതിഫലിപ്പിക്കുന്നു. പ്രഘോഷണത്തോടൊപ്പം പ്രവൃത്തിയും ക്രിസ്തുവിലൂടെ വെളിവായി. ജനങ്ങളെ ശരിയായ ദൈവോദ്ദേശത്തിലേക്ക് നയിക്കുന്നതും ദൈവ ഇഷ്ടം ചെയ്യുന്നതിനായി അവരെ ഒരുക്കുന്നതും പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്നതും വ്യക്തികളെയും സമൂഹത്തെയും വികലമാക്കുന്ന ദോഷശക്തിയിൽ നിന്നും വിടുവിക്കുന്നതും യേശുവിൻ്റെ പ്രവർത്തന രീതിയുടെ ഭാഗമായിരുന്നു. ഈ കാലഘട്ടത്തിലും അനുദിന ജീവിതത്തിൽ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുവാനും ആവശ്യമുള്ളവർക്ക് ആത്മീയ ഉപദേശവും സ്വാതന്ത്ര്യവും പകരുവാനും പാപത്തിൻ്റെ ഘടനകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുവാനും കഴിയുന്ന വൈദിക നേതൃത്വത്തെയാണ് സഭയ്ക്ക് ആവശ്യം. വൈദികർ ആത്മീയ വഴികാട്ടിയും മാതൃകാ ജീവിതത്തിനുടമകളും ആയിരിക്കണം. ദൈവം തങ്ങളെ ഫലമേൽപ്പിക്കുന്ന ജനങ്ങളോട് അനുകമ്പയുള്ളവരായിരിക്കണം. വൈദികൻ യേശു തൻ്റെ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രബോധനങ്ങൾ അവസാനിപ്പിച്ചല്ല ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ. എവിടെയൊക്കെ വ്യക്തികളും സമൂഹവും വികലമാക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മനുഷ്യ അവസ്ഥകളോട് കരുണാദ്രമായി ഇടപെടുവാൻ ക്രിസ്തുവിനെ സാധിച്ചു. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും നിർവഹിച്ചത് അമാനുഷികത വെളിപ്പെടുത്തുന്ന അല്ലായിരുന്നു, മറിച്ച് ക്രിസ്തുവിൽ വിളങ്ങിയ ആർദ്രതയുടെ ബഹുസ്ഫുരണങ്ങളായിരുന്നു. മത രാഷ്ട്രീയ ഘടനകൾ മനുഷ്യത്വത്തിന് വിഘാതമായപ്പോൾ മനുഷ്യ ആവശ്യങ്ങളോടെ പക്ഷം ചേരുവാൻ ക്രിസ്തുവിന് സാധിച്ചത് മനസ്സലിവിൻ്റെ പ്രത്യക്ഷഭാവമാണ്. വിശക്കുന്ന മനുഷ്യരെ കണ്ട് തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞ ക്രിസ്തു ശുശ്രൂഷയിൽ നിലനിർത്തേണ്ട അനുകമ്പയെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ മറ്റുള്ളവർക്ക് സമീപിക്കാവുന്നവരും ദയയുള്ളവരും തൻ്റെ ജനത്തിൻ്റെ ആശങ്കകളും വെല്ലുവിളികളും കേൾക്കുവാൻ തയ്യാറുള്ളവരുമാകണം. പുരോഹിതന്മാർ വിനയവും സമഗ്രത, സ്നേഹം എന്നിവയുടെ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുകയും വിശ്വാസികൾക്ക് മാതൃകയായി പ്രവർത്തിക്കുകയും സഭയ്ക്കുള്ളിൽ ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു ആത്മീയ സമൂഹത്തെ വളർത്തുകയും ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതായിരിക്കണം വൈദിക സമൂഹത്തിൻ്റെ ലക്ഷ്യം. ശുശ്രൂഷയിൽ പാലിക്കേണ്ട അടിയന്തര ബോധമുണ്ട്. കൊയ്ത്തിന് പാകമായി കിടക്കുന്ന പാടശേഖരങ്ങൾ
അതുപോലെയാണ് ഈ ഭൂമി. അടിയന്തരമായി കൊയ്തെടുക്കേണ്ട വിളകൾ കൊയ്യുന്നില്ലെങ്കിൽ വിളവുകൾ പട്ടുപോകും എന്ന തിരിച്ചറിവാണ് പ്രേക്ഷിത വേലയിൽ നിയോഗിതരാകുന്നവർക്ക് ഉണ്ടാകേണ്ടത്. ദൈവരാജ്യ ഇടപെടൽ ആവശ്യമായിരിക്കുന്ന ഒട്ടനവധി മേഖലകൾ ഇന്നും നമ്മളുടെ ചുറ്റുപാടുകൾ ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് കൊയ്ത്ത് വളരെ ഉണ്ട് എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുവാൻ സാധിക്കാതെ പോകുന്നത് അപകടകരമായിട്ടുള്ള സംഗതിയാണ്. ദൗത്യ നിർവഹണത്തിൽ ഒരു ദിശാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നും ശുശ്രൂഷയിൽ അടിയന്തര ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും സ്വയം വിലയിരുത്തേണ്ട സമയമാണിത്. കേവലം കർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വൈദികർ തങ്ങളുടെ നിയോഗങ്ങളിൽ പുറകോട്ട് പോകും. മറിച്ച് സുവിശേഷത്തിൻ്റെ അനന്ത സാധ്യതകൾ ഇനിയും മുന്നിലുണ്ടെന്ന തിരിച്ചറിവ് പുത്തൻ സരണികളിലേക്ക് സഭാഗാത്രത്തെ നയിക്കും എന്നതിന് സംശയമില്ല. ആരെ ഞാൻ ഇനി അയക്കേണ്ടു, ആർ നമുക്കായി പോയിടും എന്നെ ചോദിക്കുന്ന ദൈവശബ്ദത്തിന് മുന്നിൽ അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ശുശ്രൂഷകരെ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിളിച്ച ദൈവത്തോടുള്ള വിധേയത്വവും സഭയോടുള്ള കൂറും പ്രവർത്തനത്തിലെ ആർജവത്വവും നൈർമല്യ ജീവിതവും മാതൃകാ ശൈലിയും കൈമുതലാക്കേണ്ടവരാണ് വൈദികർ എന്നത് എപ്പോഴും ഓർത്തിരിക്കണം. ജനങ്ങളും വൈദികരും ചേർന്നുള്ള ഈ ശുശ്രൂഷയിൽ അന്യോന്യം കൈത്താങ്ങൾ നൽകി പ്രവർത്തിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ഈ വൈദിക ഞായർ ദൈവിക നിയോഗം സ്വീകരിച്ച എല്ലാ വൈദികർക്കും പുനഃസമർപ്പണത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.